രാഷ്ട്രവും മതവും. പഹൽഗാമിലെ മുസ്ലിം തീവ്രവാദി ആക്രമണത്തിന് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂരിലൂടെ കനത്ത മറുപടി നൽകി. നമ്മുടെ രാജ്യം ഒറ്റക്കെട്ടായി ജാതി, മതം, വർഗം, രാഷ്ട്രീയം മറന്ന് ഒറ്റക്കെട്ടായി നിന്നതും ദേശീയബോധം അതിനെ പാരമ്യത്തിലെത്തിയും നമ്മൾ കണ്ടു. അതിനുശേഷം ചില അഭിപ്രായ സർവേയിൽ സാമൂഹ്യ മാധ്യമങ്ങൾ ഉയർന്നൊരു ചോദ്യമുണ്ടായിരുന്നു. ആ ചോദ്യം ഇതായിരുന്നു: ജീവിതത്തിൽ നിങ്ങൾ രാഷ്ട്രത്തിനാണോ അതോ നിങ്ങളുടെ മതത്തിനാണോ പ്രഥമ പ്രാധാന്യം കൊടുക്കുന്നത്? ചോദ്യം വളരെ നിസ്സാരമായി നമുക്ക് തോന്നാം, എങ്കിലും അതിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു അപായമുണ്ട്. ഭൂരിഭാഗം പേരും സ്വന്തം രാഷ്ട്രത്തിനാണ് ജീവിതത്തിൽ ഒന്നാം സ്ഥാനമെന്ന് പറഞ്ഞെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിലെ ചുരുക്കം ചിലർ, വളരെ കുറച്ച് ആൾക്കാർ, അവർ മതത്തിനാണ് സ്വന്തം രാഷ്ട്രത്തെക്കാൾ വില കൽപ്പിക്കുന്നതെന്ന് പറഞ്ഞത് ദേശീയവാദികളായ നമ്മൾ ഓരോ ഭാരതീയർക്കും ആശങ്ക ഉണ്ടാക്കിയ കാര്യമായിരുന്നു. ഒരു പക്ഷേ നമുക്ക് തോന്നാം, മതത്തിന് ജീവിതത്തിൽ അമിത പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ട് എന്ത് തെറ്റാണുള്ളത്? മതം ദൈവത്തോട് അടുത്ത് നിൽക്കുന്നൊന്നല്ലേ? പക്ഷേ മതത്തിൽ ആശങ്കജനകമായ ഒരു കാര്യം ഉറങ്ങിക്കിടപ്പുണ്ട്. എന്താണത്? മതത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ആശങ്ക എന്താണെന്നല്ലേ? നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. നമ്മുടെ ചുറ്റിനും, അത് പ്രാദേശികമാകട്ടെ, ദേശീയമാകട്ടെ, അന്തർദേശീയമാകട്ടെ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെടാനുള്ള കാരണം എന്താണെന്ന് പറയാമോ? ഒന്ന് ചിന്തിച്ച് നോക്കി ഒരു നിമിഷം. പട്ടിണി കാരണം എന്നാണോ നിങ്ങൾ പറയുന്നത്? ഉത്തരം തെറ്റാണല്ലോ. ഒന്നുകൂടി ചിന്തിക്കുക. ആരോഗ്യ കാരണവും അല്ല. പിന്നെന്താണ്? ഉത്തരം നിങ്ങൾ ചിലപ്പോൾ അപ്രിയമായി തോന്നാം, പക്ഷേ കാരണം മതമാണ്. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയാം. ജൂതന്മാരെ കൊന്നെടുക്കാൻ പുറപ്പെട്ട ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ജീവൻ നഷ്ടപ്പെട്ടത് ലക്ഷക്കണക്കിന് ആൾക്കാരാണ്. കാരണം മതം. നമുക്ക് ചുറ്റുമുള്ള ചില രാജ്യങ്ങൾ, അത് ഇറാഖ് ആകട്ടെ, സിറിയ ആകട്ടെ, പാലസ്തീൻ ആകട്ടെ, യമനാകട്ടെ, അവിടെയെല്ലാം ഒരേ മതത്തിലുള്ളവർ തമ്മിൽ തല്ലി ചാകുന്നു. ചില രാജ്യങ്ങൾ തീവ്രവാദത്തെ കയറ്റി അയച്ച് മറ്റ് രാജ്യങ്ങളെ താളം തെറ്റിക്കുന്നു, അസ്ഥിരപ്പെടുത്തുന്നു. കാരണം മതം മാത്രം. നമ്മുടെ രാജ്യം തന്നെ എടുക്കാം. ഗുജറാത്ത് കലാപം, മരണപ്പെട്ടവർ 2 മതത്തിൽപ്പെട്ടവർ. കാരണം മതം. നമ്മൾ ആമുഖത്തിൽ പറഞ്ഞ പഹൽഗാം തീവ്രവാദി ആക്രമണം, പാകിസ്ഥാൻ മുസ്ലിം തീവ്രവാദികൾ ഹിന്ദുക്കളെ തിരഞ്ഞു പിടിച്ച് കൊലപ്പെടുത്തുന്നു. കാരണം മതം. ഒരാളുടെ ജീവിതത്തിൽ മതത്തിന് 1ാം സ്ഥാനമോ 2ാം സ്ഥാനമോ കൊടുക്കുന്നത് കൊണ്ടുള്ള ഉപോൽപ്പന്നം, ബൈ പ്രൊഡക്റ്റാണ് മത തീവ്രവാദം. അതാണ് നമ്മുടെ മതത്തിനെ കൊണ്ടുള്ള ആശങ്ക. ജീവിതത്തിൽ മതത്തിന് എത്രാമത്തെ സ്ഥാനം കൊടുക്കണം? എൻ്റെ ഉത്തരം 6 എന്നാണ്. ഞെട്ടരുത്. എങ്ങനെയാണെന്നല്ലേ പറയാം. നിങ്ങൾ ഏത് മതത്തിൽ വിശ്വസിക്കുന്ന ആളാണെങ്കിലും നിങ്ങളുടെ രാഷ്ട്രത്തിന് വേണം പ്രഥമ പരിഗണന കൊടുക്കാൻ. ഒരു രാഷ്ട്രീയവാദിയാകാൻ മതത്തിൻ്റെ പിൻബലം വേണോ? വേണ്ട. അപ്പോൾ 2ാം സ്ഥാനം എന്തിനായിരിക്കും? അത് വ്യക്തിബന്ധങ്ങൾക്കായിരിക്കണം. ഭാര്യ ഭർത്താവിനോടും, ഭർത്താവ് ഭാര്യയോടും, മാതാപിതാക്കളോടും, കുട്ടികളോടും, സമൂഹത്തോടുമുള്ള ബന്ധങ്ങൾക്കായിരിക്കണം 2ാം സ്ഥാനം. വ്യക്തിബന്ധങ്ങൾ നിലനിർത്താൻ മതത്തിന് ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ 3ാം സ്ഥാനം എന്തിനു കൊടുക്കണം? അത് നമ്മുടെ ആരോഗ്യത്തിനായിരിക്കണം. നല്ല ആരോഗ്യത്തിന് നല്ല ഭക്ഷണം സമയത്ത് കഴിക്കുക, വ്യായാമം ചെയ്യുക. അതൊന്നും ചെയ്തില്ലെങ്കിൽ എന്നെപ്പോലെ ചെറുപ്പത്തിൽ തന്നെ ഡയബറ്റീസ് പിടിപെടും. ഡോക്ടർ പറയും ഒരു 15 കിലോ കുറച്ച് നോക്ക്, ദിവസം 1500 കലോറി കൂടുതൽ ഭക്ഷണം കഴിക്കരുത്, ഒരു കൂടി മരുന്നുകൾ തരും സമയത്ത് കഴിക്കാൻ. അവസാനം മമ്മൂട്ടിയെ പോലെ ഇരുന്നവരെല്ലാം മാമുക്കോയാവും. അങ്ങനെയൊന്നും വേണ്ടെങ്കിൽ ജീവിതത്തിൽ ആരോഗ്യത്തിന് നമ്മൾ 3ാം സ്ഥാനം കൊടുത്തേ തീരൂ. ആരോഗ്യം സംരക്ഷിക്കാൻ മതത്തിൻ്റെ ആവശ്യമുണ്ടോ? ഉണ്ടോ? നിങ്ങൾ പറ. ആരോഗ്യം സംരക്ഷിക്കാൻ മതത്തിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. ഇനി ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കേണ്ട 4ാമത്തെ കാര്യം എന്താണ്? അത് വിദ്യാഭ്യാസമാണ്. നല്ല വിദ്യാഭ്യാസം ഉണ്ടെങ്കിലേ നല്ല ജോലി ലഭിക്കുകയുള്ളൂ. നല്ല ജോലി ഉണ്ടെങ്കിൽ സമൂഹത്തിൽ ഒരു നിലയും വിലയും ലഭിക്കുകയുള്ളൂ. നമ്മൾ ഒരാളെ ആദ്യമായിട്ട് കാണുമ്പോൾ അവരുടെ പേര് ചോദിക്കും. അതിനുശേഷം നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്ത് ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നത്? എന്തിനാണ് നമ്മൾ ആ ചോദ്യം ചോദിക്കുന്നത്? അവരെ നമ്മൾ എത്രമാത്രം ബഹുമാനിക്കണമെന്ന് തീരുമാനിക്കാനാണ് നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്നതെന്ന് നമ്മൾ ചോദിക്കുന്നത്. ഒരു പോലീസുകാരന് കിട്ടുന്ന ബഹുമാനം ഒരു ക്ലർക്കിന് കിട്ടത്തില്ലല്ലോ. അതുകൊണ്ട് നല്ല വിദ്യാഭ്യാസം നേടുക, നമ്മുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക. വിദ്യാഭ്യാസത്തിന് മതത്തിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ 4ാം സ്ഥാനം വിദ്യാഭ്യാസത്തിന് നമ്മൾ കൊടുക്കണം. ഇനി 5ാം സ്ഥാനം നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ ജോലിക്കാണ്. നല്ലൊരു ജോലി നേടുക, കൃത്യത പാലിക്കുക, ജോലി ആത്മാർത്ഥത പുലർത്തുക, ജോലിയിൽ നിന്ന് വരുമാനം നേടുക, സമൂഹത്തിന് മാതൃകയാവുന്ന രീതിയിൽ നല്ലൊരു ജീവിതം നയിക്കുക. അതിനാൽ ജീവിതത്തിൽ 5ാം സ്ഥാനം കൊടുക്കുക. അപ്പോൾ 1ാം സ്ഥാനം നമ്മൾ രാഷ്ട്രത്തിന് കൊടുത്തു, 2ാം സ്ഥാനം വ്യക്തിബന്ധങ്ങൾക്ക് കൊടുത്തു, 3ാം സ്ഥാനം ആരോഗ്യത്തിന് കൊടുത്തു, 4ാം സ്ഥാനം വിദ്യാഭ്യാസവും, 5ാം സ്ഥാനം ജോലിയും കൊടുത്തു. ഈ 5 കാര്യങ്ങൾക്കും മതത്തിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കാം, ജീവിതത്തിൽ മതവും ദൈവവും വേണ്ടേ എന്ന്. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകത, നമ്മുടെ രാജ്യം ഒരു മതേതര രാഷ്ട്രമാണ്. നിങ്ങൾക്ക് ഏത് മതത്തിലും ഏത് ദൈവങ്ങളിലും വിശ്വസിക്കാം. നിങ്ങൾക്ക് ഒരു മതത്തിലും ഒരു ദൈവങ്ങളും വിശ്വസിക്കാതെയും ഇരിക്കാം. ആ നമ്മുടെ രാജ്യം ഓരോ പൗരനും നൽകുന്ന പ്രിവിലേജാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ ഒരു ശക്തി ലഭിക്കുന്നുണ്ടെങ്കിൽ, കൂടെ ഒരാളുണ്ടെന്ന് തോന്നൽ നിങ്ങൾക്ക് ഉളവാക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥിക്കണം, ദേവാലയങ്ങളിൽ പോകണം. പരീക്ഷയുടെ സമയത്ത് എല്ലാം പഠിച്ചിട്ട് പോയിട്ട് ചോദ്യപേപ്പർ കൈ കിട്ടിക്കഴിയുമ്പോൾ ഒരു നിമിഷം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ
ഒരു ഊർജ്ജം ലഭിക്കാറില്ലേ? ഒരു ഇൻ്റർവ്യൂ നല്ലവണ്ണം അറ്റൻഡ് ചെയ്തതിന് ശേഷം പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രതീക്ഷ ലഭിക്കാറില്ലേ? നിങ്ങളുടെ രോഗാവസ്ഥയിൽ മരുന്ന് കൃത്യമായി കഴിക്കുന്നതോടൊപ്പം പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് സുഖമായെന്ന് തോന്നാറില്ലേ? ദൈവങ്ങളും പ്രാർത്ഥനയും ജീവിതത്തിൽ ഒരു സപ്പോർട്ടായി നിങ്ങൾക്ക് തോന്നാറുണ്ടെങ്കിൽ നിങ്ങളത് തുടരുക. പക്ഷേ പരീക്ഷയ്ക്ക് പോകുമ്പോൾ നല്ലവണ്ണം പഠിച്ചിരിക്കണം, ഇൻ്റർവ്യൂവിന് എല്ലാ ഉത്തരം നൽകണം, മരുന്നുകൾ കൃത്യമായി കഴിക്കാനും മറക്കരുത്. ഇനി ഒരു കൂട്ടരുണ്ട്, അവർ പറയുന്നത് അവർ അന്ധവിശ്വാസത്തിന് എതിരാണെന്നാണ്. അവർ സ്വന്തം കഴിവിൽ മാത്രമേ വിശ്വസിക്കത്തുള്ളൂ. നല്ലതുപോലെ പരീക്ഷ എഴുതിയാൽ നല്ല മാർക്ക് ലഭിക്കും, നല്ലതുപോലെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ മാത്രമേ ജോലി ലഭിക്കൂ, രോഗം വന്നാൽ കൃത്യമായി മരുന്ന് കഴിച്ചാൽ മാത്രമേ രോഗം മാറൂ എന്ന് വിശ്വസിക്കുന്നവർ. ഇത്രയും പറഞ്ഞപ്പോൾ ഒരു തമാശ ഓർമ്മ വന്നത് ഈ അടുത്ത സമയത്താണ്. ഈ കഴിഞ്ഞ ആഴ്ച ഈ 10ാം ക്ലാസ്സിൻ്റെയും +2വിൻ്റെയും റിസൾട്ട് വന്നത്. ഇപ്പോൾ കുട്ടികൾ തോൽക്കുന്നത് വളരെ വിരളമാണ്, പക്ഷേ പണ്ടങ്ങനെ അല്ലായിരുന്നു. പക്ഷേ നമ്മുടെ ചെറുപ്പകാലത്ത് പരീക്ഷയുടെ റിസൾട്ട് വരുന്ന ദിവസം ഒരു പ്രത്യേക പ്രാർത്ഥനയ്ക്ക് നമ്മൾ ചിലരെങ്കിലും പങ്കെടുത്തിട്ടുണ്ടാകും. നമ്മൾ പരീക്ഷ എഴുതി, ഉത്തരക്കടലാസ് നോക്കുന്ന സാർ ശരിയായ ഉത്തരത്തിന് മാർക്കിട്ടു, എല്ലാ മാർക്കും കൂടി ആദ്യത്തെ പേജിൽ കൂട്ടി എഴുതി. ആ മാർക്ക് അവസാനം തിരുവനന്തപുരത്തുള്ള വിദ്യാഭ്യാസ വകുപ്പ് കമ്പ്യൂട്ടറിൽ കയറ്റി മന്ത്രി നമ്മുടെ വാസവൻ ഒരു ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ റിസൾട്ട് പ്രസിദ്ധീകരിക്കാൻ നിൽക്കുമ്പോഴാണ് പരീക്ഷ നല്ലതുപോലെ എഴുതാത്ത എന്നെപ്പോലെയുള്ളവർ പോയി പ്രാർത്ഥിക്കുന്നത്. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, അഥവാ എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു, ദൈവം പോയി എഴുതാത്ത ഉത്തരത്തിന് മാർക്ക് കൂട്ടിയിട്ടു, മന്ത്രി വാസവൻ്റെ കമ്പ്യൂട്ടറിൽ മാർക്ക് തിരുത്തി എന്നെ ജയിപ്പിച്ചാൽ മാർക്ക് തട്ടിപ്പിന് ഞാൻ കുറ്റക്കാരനാകുമോ അത് ദൈവം കുറ്റക്കാരനാകുമോ? എൻ്റെ അടുത്തും തെറ്റുണ്ട്. നല്ലപോലെ പരീക്ഷ എഴുതാത്ത ഞാൻ പ്രാർത്ഥിക്കാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് മതത്തെയും വിശ്വാസത്തെയും ഒരു ദൂരപരിധി നിർത്തിയാൽ ഈ ലോകത്ത് മതം കാരണം ഒരു ജീവനും പൊരിയില്ല, ഒരു കുടുംബവും അനാഥവുമാകില്ല.